നാളെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും കരിദിനം ആചരിക്കുകയാണ്. ജനുവരി 24-ന് കേബിൾ ടി വി ശൃംഖല നിശ്ചലമാകുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രായ് നിർദ്ദേശിച്ച കേബിൾ ടി വി താരിഫ് ഓർഡറിലെ അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനുവരി 24-ന് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കുന്നത്. രാജ്യത്തെ കേബിൾ ടി വി, DTH, IPTV മേഖലയിൽ നിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 2019 ഫെബ്രുവരി 1 മുതൽ താരിഫ് ഓർഡർ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കും പരാതികൾക്കും പരിഹാരമാകുമെന്ന നിലയിൽ ട്രായ് നടപ്പിലാക്കുവാൻ പോകുന്ന താരിഫ് ഓർഡർ കേബിൾ വരിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലവിലുള്ള വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും പേ ചാനൽ ബ്രോഡ്കാസ്റ്റർമാരെ സഹായിക്കുന്നതുമാണ്. ഇത് ഫലത്തിൽ ഗുണം ചെയ്യുക വൻകിട MSOകൾക്ക് മാത്രമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ട്രായുടെ മുമ്പിൽ പല പ്രാവശ്യമായിട്ട് എല്ലാ സംഘടനകളും ഉന്നയിക്കുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇപ്പം ദക്ഷിണേന്ത്യാ തലത്തിലും അഖിലേന്ത്യാ തലത്തിലും കേബിൾ അസോസിയേഷനുകൾ ഒരുമിച്ച് ചേരുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 24-ാം തീയതി പൂർണ്ണമായും സംപ്രേഷണം നിർത്തിവെച്ചുകൊണ്ട് 24 മണിക്കൂർ സംപ്രേഷണം നിർത്തിവെച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പേ ചാനലുകളുടെ മാക്സിമം നിരക്ക് 19 രൂപയിൽ നിന്ന് 10 രൂപയായി കുറയ്ക്കുക, കേബിൾ ടി വി വരിക്കാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 18% GST ഒഴിവാക്കുകയോ 5% കുറയ്ക്കുകയോ ചെയ്യുക, കേബിൾ ടി വി ബേസിക് നിരക്ക് 150 ചാനലുകൾക്ക് 200 രൂപയായി പുനർനിശ്ചയിക്കുക, 25 ചാനലുകൾക്ക് 20 രൂപ നെറ്റ്വർക്ക് ഫീയായി നിശ്ചയിച്ചത് ചാനൽ 1-ന് 1 രൂപ എന്ന നിരക്കിൽ 25 രൂപയാക്കി നിശ്ചയിക്കുക, പേ ചാനൽ MSO LCO കമ്മീഷനായി 40% നിബന്ധനകളില്ലാതെ അനുവദിക്കുക, പേ ചാനലുകളിലെ പരസ്യ സംപ്രേഷണ ദൈർഘ്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക, വിവരവിനിമയ മാധ്യമ മേഖലയുടെ ഭാഗമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ കേബിൾ ടി വി മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റത്തിനും ഇവർ സൃഷ്ടിക്കുന്ന അനാരോഗ്യ മത്സരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും COA ഉന്നയിക്കുന്നു. തിരുനെല്ലി അപ്പപ്പാറ സ്വദേശിയായ 37-കാരന് കുരങ്ങുപനി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇയാളിപ്പോൾ മാനന്തവാടി ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗലക്ഷണങ്ങളോടെ ജനുവരി 20-ന് ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ രക്തസാമ്പിളുകളും മറ്റും മണിപ്പാൽ വൈറോളജി ലാബിൽ പരിശോധിച്ചതിനെ തുടർന്നാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇയാളുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്നും മറ്റ് ഭയാശങ്കകൾ വേണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പരിസരത്ത് ജാഗ്രതാ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത് സർ CP-യെ തോൽപ്പിക്കുന്ന സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായിരുന്ന C. മോയിൻകുട്ടി UDF കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കാളവണ്ടി യുഗത്തിലേക്ക് തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മോയിൻകുട്ടി പറഞ്ഞു. മതവിരുദ്ധവും ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. മോദി പഠിച്ച കോളേജിൽ നിന്നാണ് പിണറായി വിജയൻ ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുന്നത്. ശബരിമല വിഷയത്തിൽ CPM-ഉം BJP-യും വിശ്വാസങ്ങളെ തകർക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് സഹജീവികളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ ആളുകളടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ 10,000 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടാത്തവരുണ്ടെന്നാണ് വസ്തുത. എന്തുമാത്രം ഗൗരവതരമായ വെല്ലുവിളികളാണ്. ഈ രാജ്യത്തിന്റെ ജനസംഖ്യ 3.5 കോടിയാണെങ്കിൽ 5-6 കോടി ജനങ്ങൾ കടന്നു വരുന്ന കറുത്ത മുണ്ടെടുത്ത് നമുക്കറിയാം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടെ നോമ്പെടുത്ത് ഇരുമുടിക്കെട്ടുമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന 18-ാം പടി ഓരോ മിനിറ്റ് നേരവും 10,000-കൾ കയറുമ്പോ മലയാള മനോരമയിൽ നമ്മളൊരു ചിത്രം കണ്ടു. ഒരു മനുഷ്യൻ പോലും കയറാത്ത 18-ാം പടിയുടെ ചിത്രം മനോരമ ഫ്രണ്ട് പേജിൽ നമ്മൾ കണ്ടത് നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ആരാണ് ഈ അവസ്ഥാവിശേഷം ഉണ്ടാക്കിയത്? ഇവരൊത്തു കളിക്കുകയാണ്, കള്ളനും പോലീസും കളിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊച്ചാക്കി BJP-യുമായി മത്സരിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, ആ പരിപ്പ് ഈ ചട്ടിയിൽ കേരളത്തിൽ പോവില്ല. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിനായുള്ള ഐതിഹാസികമായ പോരാട്ടമാണെന്നും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണിയോടുകൂടി പ്രവർത്തകർ കലക്ട്രേറ്റിന്റെ ഇരു ഗേറ്റും ഉപരോധിച്ചിരുന്നു. ഉപരോധത്തെ തുടർന്ന് കലക്ട്രേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് കലക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുക്കാനെത്തിയത്. UDF കൺവീനർ ND അപ്പച്ചൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ PPA കരീം അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA,
AICC അംഗം PK ജയലക്ഷ്മി, KC റോസകുട്ടി ടീച്ചർ, KL പൗലോസ്, KK അബ്രഹാം, PP അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. കന്യാസ്ത്രീ പീഡന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മൂളക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരക്കലിനെതിരെ വീണ്ടും സഭാ നടപടി. ആലുവ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും മദർ സുപ്പീരിയറുടെ പേരിൽ രണ്ടാമത്തെ മുന്നറിയിപ്പ് നോട്ടീസ് ലഭിച്ചു. ഫെബ്രുവരി 6 മുമ്പ് വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം കാനോൻ നിയമപ്രകാരം നടപടിയുണ്ടാകുമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കത്തിന് വിശദീകരണം നൽകുമെന്നും ജീവന് ഭീഷണി ഉണ്ടാകും വരെ സഭയിൽ തുടരുമെന്നും സിസ്റ്റർ വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതും സഭയുടെ ഔദ്യോഗിക വസ്ത്രം ധരിക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പോസ്റ്റ് ചെയ്തതും സമയനിഷ്ഠ പാലിക്കാതെ രാത്രി മഠത്തിൽ വൈകിയെത്തി മദർ സുപ്പീരിയറുടെ അനുമതിയില്ലാതെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു എന്നിവയാണ് സിസ്റ്റർക്കെതിരെ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആരോപണങ്ങൾ. അതേസമയം ശരിയായിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും സന്യാസ സഭയാണ് നിലപാടിൽ മാറ്റം വരുത്തേണ്ടതെന്നും സഭയിൽ കാലഘട്ടത്തിന്റെ മാറ്റം അനിവാര്യമാണെന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കത്തിന് മറുപടി നൽകുമെന്നും സിസ്റ്റർ പ്രതികരിച്ചു. നമ്മൾ എന്തായാലും കൊടുക്കണം, കാരണം വി ഷുഡ് റെസ്പെക്ട്, നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. ബഹുമാനിക്കുന്നു. ഞാൻ അംഗമായിരിക്കുന്ന FCC സഭയെ തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നു. ഞാൻ ഓൾറെഡി ലെറ്റർ എനിക്ക് ശാരീരിക അസ്വസ്ഥതയും മാനസിക അസ്വസ്ഥതയും ഉണ്ടായിരുന്ന നാളുകളിൽ ഞാൻ ഇപ്പോൾ റെഡിയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. പകുതിയോളം ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി സ്കൂൾ തിരക്കൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് സമയത്തിൽ ഞാൻ എഴുതി പൂർത്തിയാക്കും. തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും. നിലപാട് മാറ്റേണ്ട ആവശ്യമില്ല. എന്തിനാ നിലപാട് മാറ്റുന്നത്? അപ്പം ഞാനും കുറച്ചുകൂടി താഴോട്ട് പോവുക ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു ആവശ്യം എനിക്ക് സത്യം പറയട്ടെ ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിശദീകരണം കൊടുക്കാം നമുക്ക്, കാരണം ലെറ്ററായിട്ടുള്ള വിശദീകരണം ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ജീവന് ഭീഷണിയുണ്ടാകും വരെ സഭയിൽ തുടരുമെന്നും സിസ്റ്റർ പറഞ്ഞു. സഭയുടെ അനുമതിയില്ലാതെ സ്വന്തം പുസ്തകം പ്രസിദ്ധീകരിച്ചു, അനുമതിയില്ലാതെ വാഹനം വാങ്ങി എന്നീ ആരോപണങ്ങൾക്ക് ജനുവരി 9 പ്രൊവിൻഷ്യൽ ഹൌസിലെത്തി വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ കത്തിന് മറുപടിയില്ലാത്തതിനെ തുടർന്നാണ് രണ്ടാമത്തെ കത്തും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ കത്ത് ലഭിച്ച ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം കത്തിന് വിശദീകരണം നൽകില്ലെന്ന് വ്യക്തമാക്കിയ സിസ്റ്റർ ഇപ്പോൾ വിശദീകരണം നൽകുമെന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ചൂടുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയേക്കും. റിപ്ലൈ കൊടുക്കുന്നു നമ്മൾ. ബാക്കി അവരുടെ മനസ്സിലെ ഉദ്ദേശം അവർ അത് ഫോം ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അതിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഊഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നുമില്ല ചിന്തിക്കാൻ. ഞാൻ എൻ്റെ ജീവനൊരു ഭീഷണി എന്നെങ്കിലും ഈ സന്യാസഭയിൽ നിന്നോ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നോ അനുഭവിക്കുന്ന ഒരു സാഹചര്യം വരെ തീർച്ചയായിട്ടും ഞാൻ FCCയിൽ സന്തോഷത്തോടെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ചിന്തിക്കേണ്ടി വരും. വയനാട് വിഷൻ, മാനന്തവാടി. മാനന്തവാടി മണ്ഡലത്തിലെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും 15 കോടി രൂപ അനുവദിച്ചു. കാട്ടിക്കുളം, പനവല്ലി, സർവാണി, തിരുനെല്ലി അമ്പലം റോഡാണ് ഈ തുക ഉപയോഗിച്ച് നവീകരിക്കുക. സംസ്ഥാനത്തെ 28 റോഡുകൾക്കാണ് CRF ഫണ്ടിൽ നിന്നും തുക ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മാനന്തവാടി മണ്ഡലത്തിലെ ഈ റോഡിന് CRF തുക വകയിരുത്തിയത്. കാട്ടിക്കുളം മുതൽ തിരുനെല്ലി അമ്പലം വരെയുള്ള 13 കിലോമീറ്റർ ദൂരമാണ് ഈ തുക ഉപയോഗിച്ച് നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുക. റോഡ് കലുങ്കുകളുടെ നിർമ്മാണം, റോഡ് വീതികൂട്ടൽ, DM&DC നിലവാരത്തിലേക്ക് റോഡ് ഉയർത്തുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുക. വനമേഖല ഒഴിവാക്കി പൂർണ്ണമായും ജനവാസ മേഖലയിലൂടെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഈ റോഡ് പൂർത്തിയായാൽ തിരുനെല്ലി അമ്പലത്തിലേക്ക് എളുപ്പത്തിലെത്താവുന്ന വഴിയായി ഇവിടം മാറും. ജില്ലയിലെ തീർത്ഥാടന ടൂറിസം മേഖലയ്ക്ക് ഇത് മുതൽക്കൂട്ടാവും. മാത്രവുമല്ല, തിരുനെല്ലി അമ്പലത്തിൽ നടക്കാറുള്ള കർക്കിടക വാവുബലി സമയങ്ങളിൽ വൻ ഗതാഗത കുരുക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം രണ്ടാമത്തെ CRF ഫണ്ടാണ് മാനന്തവാടി മണ്ഡലത്തിന് ലഭിച്ചത്. ഇതിനു മുമ്പ് കെല്ലൂർ, ചേരിയംകൊല്ലി, കമ്പളക്കാട് റോഡിനും 15 കോടി രൂപ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാനന്തവാടി MLA OR കേളൂർ, നാഷണൽ ഹൈവേ വിഭാഗം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്ന് സ്ഥലപരിശോധന നടത്തുകയും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. നാഷണൽ ഹൈവേ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ റോഡിന്റെ സാങ്കേതിക അനുമതിക്ക് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുമെന്നും പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കുമെന്നും MLA പറയുന്നു. വയനാട് വിഷൻ, മാനന്തവാടി. പൊഴുതന മേൽമുറിയിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ മധ്യവയസ്കനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. അച്ചൂർ 42ാം കോളനിയിലെ ശശിയെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകന്റെ വേറിട്ട സമരം. കൽപ്പറ്റ സ്വദേശി KCS നായരാണ്
മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത്. മെഡിക്കൽ കോളേജിൻ്റെ പഴയ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് പരിസ്ഥിതി ലോകമാണെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ഇതിനായിട്ടാണ് നമ്മളിപ്പോൾ ഈ കിടക്കുന്നത്. ഇത് തുടക്കം തന്നെ അതിനൊരു ഇതുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് വരുന്നതിന് തന്നെ ലോബികൾ, പല ലോബികളും. ഇപ്പം അത് പരിസ്ഥിതി ലോക പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് അത് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് പല ലോബികളും കളിക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട ആദിവാസികളും കണ്ടമാനം പാവങ്ങളുണ്ട്. ഇവർക്ക് കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ അവർ മരിച്ചു പോവുകയാണ്. ഇല്ലായ്മകളെയും പരിമിതികളെയും മറികടന്ന് രേഷ്മ PG പഠനം പൂർത്തിയാക്കുന്നു. നടുവ് നിവർത്തിയിരുന്ന് പഠിക്കാൻ പോലും ഭൗതിക സൗകര്യങ്ങളില്ലാതെയാണ് പണിയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം. വീടിന് മുൻപിലെ തെരുവ് വിളക്കിന് കീഴിലായിരുന്നു 2 വർഷം മുൻപ് വരെ ഈ വിദ്യാർത്ഥിനി പഠനം നടത്തിയിരുന്നത്. പനമരം അഞ്ചുകുന്ന് ചേര്യമ്മൽ പണിയ കോളനിയിലെ രേഷ്മയുടെ കിടപ്പുമുറിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന തുമ്പികളുടെ ചിത്രങ്ങൾ അവളുടെ സ്വപ്നങ്ങളാണ്. പക്ഷികളെപ്പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെങ്കിലും തന്റെ ലോകം ചെറുതല്ലെന്ന തിരിച്ചറിവിലാണ് രേഷ്മ. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഈ വിദ്യാർത്ഥിനി. 25ഓളം കുടുംബങ്ങൾ കഴിയുന്ന കോളനിയിലെ ദുരിതങ്ങൾ അറിയുമ്പോഴാണ് ഇവരുടെ PG പഠനത്തിന്റെ കൂടുതൽ മഹത്വം ബോധ്യമാവുക. ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കോളനിയിൽ 2 വർഷം മുമ്പ് മാത്രമാണ് വൈദ്യുതി എത്തിയത്. ഇല്ലായ്മകൾ കൊണ്ടും മദ്യപാന ശല്യം കൊണ്ടും പേര് കേട്ടതാണ് കോളനി. വീടിന് മുൻപിലെ തെരുവുവിളക്കിന്റെ ചുവട്ടിലിരുന്നാണ് രേഷ്മ +2ഉം ഡിഗ്രിയും പഠിച്ചു ജയിച്ചത്. 3 വർഷം മുമ്പ് മാത്രം പണി പൂർത്തിയാക്കിയ വീട്ടിൽ ആകെയുള്ളത് ഒരു കിടപ്പുമുറി മാത്രമാണ്. ഇതിലിട്ടിരിക്കുന്ന കസേര മാത്രമാണ് കുടുംബത്തിലെ 2 വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യം. തൊട്ടടുത്ത കട്ടിലിൽ പുസ്തകങ്ങൾ നിവർത്തിവെച്ച് കുനിഞ്ഞിരുന്നാണ് കഴിഞ്ഞ 7 വർഷത്തോളമായി രേഷ്മ പഠനം നടത്തുന്നത്. ആദിവാസി കോളനികളിൽ സർക്കാർ പ്രഖ്യാപിച്ച പഠനമുറിയായി അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചില്ല. MA എക്കണോമിക്സ് ഗവൺമെൻറ് കോളേജ് മാനന്തവാടി. അപ്പോൾ എനിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സംവിധാനങ്ങളൊന്നും ശരിക്കും ടേബിളോ കസാര അങ്ങനത്തെ ഒന്നും സംവിധാനങ്ങളൊന്നുമില്ല. മാതാപിതാക്കൾ കൂലിപ്പണിയെടുത്താണ് വിദ്യാഭ്യാസ ചിലവുകൾ കണ്ടെത്തിയത്. പണിയ വിഭാഗത്തിൽ നിന്നും പെൺകുട്ടി PG പഠനം പൂർത്തിയാക്കുമ്പോഴും പട്ടികവർഗ വകുപ്പിൽ നിന്നും ഉന്നത പഠനത്തിന് മതിയായ പ്രോത്സാഹനം ലഭിക്കുന്നില്ലെന്നാണ് രേഷ്മയുടെ അനുഭവം. വയനാട് വിഷൻ, പനമരം. 300 വർഷങ്ങൾക്ക് ശേഷം തോണിച്ചാൽ പൈങ്ങാട്ടിരി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. 300 വർഷത്തെ ക്ഷേത്ര പാരമ്പര്യത്തിലെ പ്രഥമ സപ്താഹയജ്ഞമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പൈങ്ങാട്ടിരി ഗ്രാമം. ജനുവരി 27 മുതൽ ഫെബ്രുവരി 3 വരെയാണ് യജ്ഞം നടക്കുക. പൈങ്ങാട്ടിരി ഗ്രാമത്തിന്റെ 300 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നത്. പഴശ്ശിരാജാവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഓഫീസ് ജോലികൾ ചെയ്യാനും പൂജകൾക്കും പാചകത്തിനും മറ്റുമായി തഞ്ചാവൂരിൽ നിന്നുമാണ് ഇവിടേക്ക് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്നത്. നെയ്ത്തുകാരുടെ കേന്ദ്രമായ ഇന്നത്തെ ഗ്രാമം നിൽക്കുന്ന സ്ഥലത്ത് പിന്നീട് ഇവർ എത്തുകയും പാലക്കാട് ഗ്രാമം മാതൃകയിൽ വീടുകൾ നിർമ്മിക്കുകയും ചെയ്തു. ആ കാലത്ത് നിലവിൽ വന്ന ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. നെയ്ത്തുകാരനായ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ആഗ്രഹസാഫല്യം ഈ ക്ഷേത്രസ്ഥാനത്ത് ബാലുശ്ശേരി പരദേവതയെ ധ്യാനിച്ച തേങ്ങയെറിഞ്ഞ് സമർപ്പിച്ചപ്പോൾ ഉണ്ടായതാണ് ഈ ക്ഷേത്രം. ക്രമേണ ഇവിടെ ഭക്തർ ആരാധന നടത്തുകയും ദീർഘകാലം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമായി ആരാധന നടത്തുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം ക്ഷയിക്കുകയും പൂജാതികർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തപ്പോൾ കൊട്ടിയൂർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും ഒരുമിച്ച് പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ ശ്രീ രാജരാജേശ്വരി ദേവീക്ഷേത്രമാണെന്ന് കണ്ടെത്തി. ഇതിനുശേഷം പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി. 1992 മുതൽ പൂജകൾ, ഉത്സവങ്ങൾ തുടങ്ങിയവ നടത്തിവരുന്നു. വള്ളിയൂർക്കാവിലും ഗ്രാമത്തിന് സ്ഥാനമുണ്ടായിരുന്നു. പഴശ്ശിരാജാവാണ് വള്ളിയൂർക്കാവിലെ ദേഹരണത്തിൽ മൂത്ത പട്ടർ സ്ഥാനത്ത് ഇവിടുത്തെ ഒരു ബ്രാഹ്മണനെ നിയമിച്ചത്. ആ സ്ഥാനം ഏകദേശം 2014 വരെയും തുടർന്നിരുന്നു. ആദ്യമായി നടത്തുന്ന ഭാഗവത സപ്താഹയജ്ഞം ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പൈങ്ങാട്ടിരി ഗ്രാമവും പ്രദേശവാസികളും. പൈങ്ങാട്ടിരി ഗ്രാമത്തിൻ്റെ ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഈ പൈങ്ങാട്ടിരി ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാഗവത സപ്താഹം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ ജനുവരി 27 മുതൽ ഫെബ്രുവരി 3 വരെ കോഴിക്കോട്ടിലെ AKB നായർ എന്ന് പറയുന്ന പണ്ഡിതനായ ഒരു ആചാര്യനാണ് ഈ സപ്താഹം നടത്തുന്നത്. ഈ സപ്താഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘാടകരും നാട്ടുകാരും അഹോരാത്രം ഇതിൻ്റെ പുറകിൽ പരിശ്രമിച്ച് വരികയാണ്.
ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി. യജ്ഞാചാര്യൻ AK.B. നായരുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുക. ഫെബ്രുവരി 1 രുക്മിണി സ്വയംവരവും ഘോഷയാത്രയും ഉണ്ടായിരിക്കും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. കല്ലോടി സെന്റ് ജോസഫ് സ്കൂളിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഹെഡ്മാസ്റ്റർ ബെന്നി ആന്റണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പോളി ഹൗസിലാണ് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നത്. സ്കൂളിന് സമീപത്ത് നിർമ്മിച്ച കുളത്തിൽ വിഷരഹിതമായ മത്സ്യങ്ങളെയും വളർത്തി വന്നിരുന്നു. കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ലഭിക്കുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കാണ് ഉപയോഗിക്കുന്നത്. സ്കൂളിന്റെ പരിസര ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ബ്രൊക്കോളി, കോളിഫ്ലവർ, തക്കാളി, ചീനി തുടങ്ങിയ നിരവധി സാധനങ്ങളുണ്ട്. ജൈവ കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. ഉച്ചഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒഴിവ് സമയം കിട്ടുമ്പോൾ എല്ലാ കുട്ടികളും വന്ന് ഇതിന് നേതൃത്വം കൊടുക്കാറുണ്ട്. മോദി ഭരണം രാജ്യത്തിന്റെ സർവനാശത്തിനും വഴിവെക്കുന്നതാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N. കൃഷ്ണപ്രസാദ്. യൂണിയൻ മാനന്തവാടി ഏരിയ സമ്മേളനം നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്തിക്കുവാനുതകുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു 5 കൊല്ലം ഈ ഭരണത്തോട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ്, ഇതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് കൊടിയ അഴിമതി, റാഫേൽ യുദ്ധവിമാന ഇടപാട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മുടെ റിപ്പോർട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. 136 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാസോൾട്ട് കമ്പനിയുമായി UPA ഗവൺമെന്റിന്റെ കാലത്തുണ്ടാക്കിയ കരാറിനെ അട്ടിമറിച്ച് 36 വിമാനങ്ങൾ വാങ്ങുന്നതിലേക്ക് മാത്രമാക്കിയത് മാറ്റി അവർക്ക് അന്ന് UPA ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറിനേക്കാൾ ഇരട്ടിയിലേറെ പണം ഒരു വിമാനത്തിന് കൊടുക്കുന്ന വിധത്തിലേക്ക് അവസരം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അവരുടെ ഓഫ് ക്യാമ്പസ് കമ്പനിയായി റിലയൻസിന്റെ അനിൽ അംബാനി റിലയൻസ് കമ്പനിയെ ഏൽപ്പിക്കുകയും HALനെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് നഗ്നമായ അഴിമതി, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിരോധ അഴിമതി ഇടപാടിന് കൂട്ടുനിൽക്കുകയാണ് അത് ചെയ്തത് നരേന്ദ്രമോദി ചെയ്തു. പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കുന്ന മോദി ഭരണത്തിന്റെ ബദലാണ് സംസ്ഥാനത്തെ പിണറായി സർക്കാർ എന്നും N. കൃഷ്ണപ്രസാദ് പറഞ്ഞു. KV ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. DMO ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകൾക്ക് പിന്തുണ നൽകുക, വർഗീയതയെ ചെറുത്ത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ജില്ലയിലെ കർഷകരുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പനമരം വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന ജില്ലാ കൺവെൻഷനിൽ പ്രമേയം അവതരിപ്പിച്ചു. KSDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പ്രളയത്തിൽ തകർന്ന വയനാട് ജില്ല ഇപ്പോഴും അതിജീവനത്തിന്റെ പാതയിലാണെന്നും തകർന്നുകിടക്കുന്ന റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനുള്ള നടപടികൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും കൺവെൻഷനിൽ ഭാരവാഹികൾ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ജനറിക് അലോപ്പതി മരുന്നുകൾ 40% മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ജില്ലയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ജീവൻ രക്ഷാ വിപണന കേന്ദ്രം മാനന്തവാടി KPV കോംപ്ലക്സിൽ നഗരസഭാ ചെയർമാൻ VR പ്രവീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് റഷീദ് പടയൻ, വർക്കി മാവറ, സെബാസ്റ്റ്യൻ വെള്ളാക്കുഴി, ഡോക്ടർ ബൈജു, K. ബാലൻ, P. ആനസ്, ജോസ് എന്നിവർ സംസാരിച്ചു. കാരണം മാനന്തവാടിയിൽ എല്ലാ മരുന്ന് ഷോപ്പുകളിലും വ്യത്യസ്തമായിട്ടുള്ള വില ആയതുകൊണ്ട് ഈ രോഗികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 70% വിലക്കുറവിലാണ് ഈ മരുന്നുകളൊക്കെ തന്നെ വിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. പ്രളയാനന്തര വയനാട് വികസന ചിന്തകളും ബദൽ സാധ്യതകളും എന്ന വിഷയത്തിൽ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം ദ്വിദിന ശില്പശാല തൃശൂർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ D. ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബീന സദാശിവൻ അധ്യക്ഷത വഹിച്ചു. സുമാ ബാലകൃഷ്ണൻ, ഫൽഗുനൻ, AK. സുമേഷ് എന്നിവർ സംസാരിച്ചു. ശില്പശാല നാളെ സമാപിക്കും. നമ്മൾ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികളാണ്. നമ്മൾ എങ്ങനെയാണ് നിർവചനം ചെയ്തത്? ഇതേ നിർവചനം തന്നെയാണോ നമ്മൾ യഥാർത്ഥത്തിൽ വികസനത്തോട് കേൾക്കുന്നത്? അർത്ഥം ഇത്രയുള്ളൂ, നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമ്പത്തിക തലത്തിൽ നിന്ന് വരുന്ന വികസനം എന്നുള്ള വാക്കിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു GDP വളർച്ചയിൽ മാത്രമാണ്. ഇങ്ങനെയാണ് അല്ലേ? നമ്മുടെ GDP 8% നോക്കൂ, ഇന്ത്യ കുതിക്കുന്നു എന്ന് പറഞ്ഞു. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിൽ സ്തുത്യർഹ സേവനം ചെയ്ത സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേവസ്യ KJ, കുഞ്ഞു CY, മേരി CV,
റോസമ്മ മാത്യു എന്നിവർക്ക് യാത്രയപ്പും ബത്തേരി ഉപജില്ലയിലെ മികച്ച PTA-ക്കുള്ള അവാർഡ് വിതരണവും നടത്തി. ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഹെഡ്മാസ്റ്റർ റോയി വർഗീസ്, ഫാദർ ടോണി കോഴിമണ്ണിൽ, PC മോഹൻ മാസ്റ്റർ, K രാജഗോപാൽ, സൂസൻ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. പൾസ് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സുൽത്താൻ ബത്തേരി നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ അവാർഡുകൾ നാളെ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ ബത്തേരി നഗരസഭാ ഹാളിലാണ് പരിപാടി. അവാർഡ് ദാന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം പ്രേംകുമാർ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിന് മാറ്റുകൂട്ടുന്നതിനായി ഐഡിയ സ്റ്റാർ സിംഗേഴ്സ്, മിന്നും താരം, കോമഡി ഉത്സവം ടീമിന്റെ മെഗാ ഷോയും അരങ്ങേറും. പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കേരളത്തിൽ ആദ്യമായി 12 പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരള അക്കാദമി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി നഗരസഭയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ ആ 12 നാടകങ്ങളിലെ ഏറ്റവും നല്ല നാടകങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ, അതുപോലെ നടന്മാരെയും നല്ല നടന്മാരെയും നടിമാരെയും തിരഞ്ഞെടുത്തതിൻ്റെ 24-ാം തീയതി രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി നഗരസഭാ ഹാളിൽ വെച്ച് പരിപാടി നടക്കുകയാണ്. പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റ് ശ്രീ പ്രേംകുമാറാണ് അതിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. ബത്തേരിയിൽ ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിത്തുത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5000-ഓളം വരുന്ന ഫെയർ ട്രേഡ് അലയൻസ് കേരള സംഘടനാ അംഗങ്ങളോടൊപ്പം കേരളത്തിലെ ജൈവ സുസ്ഥിര കൃഷിയിൽ താൽപര്യപ്പെടുന്ന കർഷകരും കർഷക കൂട്ടായ്മകളും വിത്തുത്സവത്തിൽ പങ്കെടുക്കും. 5 ദിവസമായി നടക്കുന്ന മേളയിൽ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. വിത്തുത്സവത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം 76 സ്റ്റാളുകളിലായി 6000-ൽ പരം വിത്തുകളുടെ പ്രദർശനമാണ് പ്രധാനമായിട്ടും നടക്കുക. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് നാടൻ വിത്തുകളാണ്. പ്രത്യേകിച്ച് കന്നുകാലി ജനുസുകളൊക്കെ തന്നെ മുഴുവൻ നാടനാണ്. 12 ഇനങ്ങളിലായിട്ട് കേരളത്തിലെയും പുറത്തുനിന്ന് വരുന്ന ഗീർ എന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ തനത് കാലാവസ്ഥയുമായി ഒത്തുപോകുന്ന അത്തരം, അതുപോലെ എല്ലാം നമ്മുടെ നാടൻ, പണ്ട് നമ്മൾ അന്യം നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടുള്ള ഒട്ടനവധി ജനുസുകളുടെ പ്രദർശനമാണ്. ഇനി സ്പോർട്സ്. കൃഷ്ണഗിരിയിൽ ചരിത്ര പോരാട്ടത്തിനൊരുങ്ങി കേരള ടീം. എതിരാളികളായ വിദർഭ ടീം ഇന്നലെ വൈകുന്നേരത്തോടെ ചുരം കയറിയെത്തി. നാളെയാണ് സെമിഫൈനൽ ആരംഭിക്കുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങുന്ന വിദർഭയും ബൗളിംഗിൽ ഏറെ മുൻതൂക്കമുള്ള കേരളവും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി സെമിയിലെത്തിയ കേരളം നാളെ നിലവിലെ ചാമ്പ്യന്മാരായ വിദർഭയെ നേരിടും. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ 5 ദിനങ്ങളിലായാണ് മത്സരം. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങുന്ന വിദർഭയും ബൗളിംഗിൽ ഏറെ മുൻതൂക്കമുള്ള കേരളവും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ഡേവ് വാട്ട്മോറിന് കീഴിൽ കേരളം ആദ്യ സെമി ലക്ഷ്യമിടുമ്പോൾ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ ശിക്ഷണത്തിൽ കിരീടം നിലനിർത്താനാണ് വിദർഭ ഇറങ്ങുക. ഗുജറാത്തിനെതിരെ ക്വാർട്ടറിൽ നേടിയ ജയം തുടരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഡേവ് വാട്ട്മോർ. ബൗളിംഗിലാണ് ടീമിന്റെ കരുത്തെങ്കിലും വിദർഭയ്ക്കെതിരെ ബാറ്റ്സ്മാൻമാരും തിളങ്ങുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരള ക്യാമ്പ്. കേരളത്തിന്റെ ഭാഗ്യ ഗ്രൗണ്ടായ കൃഷ്ണഗിരി ഫൈനലിലേക്കുള്ള വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് വയനാടൻ ജനതയും ക്രിക്കറ്റ് ആരാധകരും. അനൂപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ.